കണ്ണൂരിൽ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിനിടെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കുഴഞ്ഞു വീണു എന്നൊരു വാർത്ത വരുന്നുണ്ട്. ഇതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. പ്രസംഗിച്ചുകൊണ്ടിരുന്ന് പ്രസംഗം അവസാനിക്കുന്ന സമയത്തായപ്പോഴേക്കും വേദിയിൽ തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു. പിന്നാലെയാണ് മന്ത്രിക്ക് ക്ഷീണം അനുഭവപ്പെട്ടത്. കടന്നപ്പള്ളിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പ്രസംഗിച്ചുകൊണ്ടിരുന്ന് പ്രസംഗം തീരുന്നതിന് മുമ്പ് കടന്നപ്പള്ളി കുഴഞ്ഞു വീഴുകയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ കടന്നപ്പള്ളിയെ ആംബുലൻസിലേക്ക് കയറ്റിയെങ്കിലും ആംബുലൻസിലേക്ക് കയറ്റിയ സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം വീണ്ടും നോർമലായി. ക്ഷീണം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രസംഗിച്ച് ഇരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായി കുഴഞ്ഞു വീഴുന്നത്. അപ്പോൾ തന്നെ ആളുകളെല്ലാവരും അവിടേക്ക് എത്തി അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റുന്നത് ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം. ഇന്ന് കടന്നപ്പള്ളി രാമചന്ദ്രനാണ് കണ്ണൂരിൽ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾക്ക് അഭിവാദ്യമർപ്പിക്കാനായിട്ട് എത്തിയത്. ആ സമയത്താണ് വളരെ പെട്ടെന്ന് കുഴഞ്ഞു വീണത്. ഇപ്പോൾ അർജുൻ കല്യാടുണ്ട്. അർജുൻ കല്യാട്, മിനിസ്റ്റർ ഇപ്പോൾ എങ്ങനെയാണ് ആരോഗ്യനില? അതിനുശേഷം അദ്ദേഹം നടന്നാണ് പോകുന്നത്. ആംബുലൻസിൽ കയറുന്ന സമയത്ത് തികച്ച് ബോധം വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രസംഗം തുടങ്ങുന്ന സമയത്തായിരുന്നോ ഇത്, അതോ പ്രസംഗം അവസാനിക്കുമ്പോഴോ? അരുൺ, റിപ്പബ്ലിക് ഡേ പരേഡിന്റെ ഭാഗമായി രാമേന്ദ്രൻ കടന്നപ്പള്ളി സംസാരിച്ച് അവസാനിക്കാറായ സമയത്താണ് ഇത്തരമൊരു ദേഹാസ്വാസ്ഥ്യം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. പ്രസംഗം ഏകദേശം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ അദ്ദേഹം പ്രസംഗിച്ച് അവിടെ തന്നെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് തൊട്ടടുത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിന് തിരിച്ച് കൂടുതലായി ഒന്നും പ്രതികരിക്കാൻ വേണ്ടി കഴിയുന്നില്ല. പെട്ടെന്ന് തന്നെ അദ്ദേഹം കുഴഞ്ഞ് പുറകിലേക്ക് വീഴുന്നതാണ് കണ്ടത്. അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ താങ്ങിയെടുക്കുകയും ശേഷം വളരെ പെട്ടെന്ന് തന്നെ ആംബുലൻസിലേക്ക് കൊണ്ടുപോവുകയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള നടപടികളുമൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോഴെന്തായാലും അദ്ദേഹത്തെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ, കണ്ണൂരിൽ തന്നെയുള്ള ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് നേരത്തെ തന്നെ ചില അനാരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഏകദേശം ഒരു 3-4 മാസങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹം കുറച്ച് ദിവസം ആശുപത്രിയിലൊക്കെ പൂർണ്ണമായ വിശ്രമത്തിൽ തന്നെ കഴിയുകയായിരുന്നു. അത് ഭേദമായി ഇപ്പോൾ പൊതുപരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നതുമാണ്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ റിപ്പബ്ലിക് ഡേ പരേഡിൽ അദ്ദേഹം എത്തിയത്. നല്ല വെയിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടായിരിക്കണം ഇത്തരത്തിലൊരു പെട്ടെന്ന് അങ്ങനെ ഒരു ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത് എന്നുള്ളതാണ് കരുതുന്നത്. പക്ഷേ എന്തായാലും ഇപ്പോൾ വൈദ്യപരിശോധനയൊക്കെ നടക്കുകയാണ്. ആവശ്യമായിട്ടുള്ള പരിശോധനകളൊക്കെ ഇപ്പോൾ ആശുപത്രിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ മറ്റ് പേടിക്കേണ്ടുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നുൾപ്പെടെ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ സ്റ്റേബിൾ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി അല്പസമയം അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ പോലും അല്പം ഒന്ന് ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ എന്നാൽ അദ്ദേഹം അതിനുശേഷം അല്പം ഒരു ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുകയും അതിനുശേഷം ആംബുലൻസിലേക്ക് പോകുന്നതൊക്കെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ആരോഗ്യസ്ഥിതി നേരത്തെ, അതായത് ഈ പറയുന്ന റിപ്പബ്ലിക് പരേഡിൽ ഉണ്ടായതുപോലുള്ള ഒരു ബോധക്ഷയമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹം ഉള്ളത്. ഡോക്ടർ ഓക്കെ, റിപ്പബ്ലിക് ദിന ചടങ്ങിൽ അഭിവാദ്യം സ്വീകരിച്ച് പ്രസംഗിക്കുന്നതിനിടയിലാണ് അദ്ദേഹം കുഴഞ്ഞു വീണത്. പക്ഷേ താഴേക്ക് വീഴുന്നതിന് മുമ്പ് തന്നെ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. ആംബുലൻസിലേക്ക് കയറ്റുന്ന സമയം അപ്പോഴേക്കും ബോധാവസ്ഥ മാറി ബോധാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ നല്ല ക്ഷീണമുണ്ട്. നേരത്തെ അർജുൻ കല്യാട് പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അദ്ദേഹത്തിന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം തിരിച്ച് പൊതുപരിപാടികളിൽ ആക്റ്റീവ് ആവുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് കുഴഞ്ഞു വീണത്. എന്തായാലും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പരിശോധന തുടരുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും ഇപ്പോഴില്ല. അദ്ദേഹം ആരോഗ്യനിലയിലേക്ക് പൂർവാധികം ശക്തിയോടുകൂടി ആരോഗ്യത്തോടുകൂടി മടങ്ങി വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷ. മടങ്ങി വന്നു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു അബോധാവസ്ഥ ഉണ്ടായിരുന്നു, അത് മാറി.